വേഗം ഒരു ഉപ്മാവ് ഉണ്ടാക്കാട്ടാ. വായോ, ഇതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഏത് പാത്രം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് ഗ്യാസ് അടുപ്പുമ്മേക്ക് വെക്കുക. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കുക. പിന്നെ കടുക്, ഉലുവ, പിന്നെന്താണ്, വറ്റൽമുളക്, ഇതാണ് പൊട്ടിക്കേണ്ടത്. പിന്നെ കറിവേപ്പില, ഇതാണ് ഇടേണ്ടത് കേട്ടോ. അത് നല്ലോണം മൂത്ത് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് സവാള, പിന്നെ നമുക്ക് ഏതൊക്കെ പച്ചക്കറികളാണ് വേണമെങ്കിൽ ഇടാം. ഞങ്ങളിവിടെ കിട്ടുന്ന പച്ചക്കറികളൊക്കെ ഇടാറുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ഇത് മൂന്നാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം അത്രയും വയറ്റിക്ക് ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യണേ. അത് മൂന്നും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കല്ല, സോറി, വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാനായിട്ട്. എന്നാൽ മാത്രം അതൊന്ന് കളർ മാറുക, ഒരു തിളങ്ങാടി എടുക്കില്ലേ, ഇങ്ങനെ ഒന്ന് നല്ല സ്റ്റിഫായി നിന്നതൊക്കെ ഒന്ന് തിളങ്ങാടുക. അതായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് എന്തിനാ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും, ഉപ്മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കണത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മധുരം ചേർക്കാം. ഉപ്പ് നമ്മൾ പാകത്തിന് ചേർക്കുമല്ലോ, അത് കൂടാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ചേർക്കാം. ഞങ്ങളൊരു കുറച്ച് മധുരം ഇടും ഉപ്മാവിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം പച്ചക്കറികൾ വേവണം, അതിൻ്റെ ഉള്ളിലേക്ക് റവ ഇടണം, എങ്കിലേ അത് കറക്റ്റായി വരുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്, വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിൽ കാഷ്യും കിസ്മിസൊക്കെ ഇടാറുണ്ട്. ഞങ്ങൾ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കി കാരണം അതിലേക്ക് എടുത്തൊന്നും ഇനി ബാലൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പോയിട്ട് വാങ്ങിച്ചിട്ടൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതിടാത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് അതും ഇടും. എന്നിട്ട് അത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ വെള്ളം തിളയ്ക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് അടുത്ത പണികൾ ഞാൻ തൊട്ടപ്പുറത്ത് അവിടെ മോനുള്ള കുറുക്കുണ്ടാക്കുന്നുണ്ട്. അവന് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്ന്. ഇന്ന് ജാൻമോൻ്റെ സ്കൂളിലത്തെ PTA മീറ്റിംഗ് ആണ്. അപ്പോൾ അതിന് പോകണം. അപ്പോൾ രാവിലെ തന്നെ രണ്ടുപേരെയും ക്ലാസ്സിൽ വിട്ടിട്ടില്ല, മൂന്നാളെയും ക്ലാസ്സിൽ വിട്ടിട്ടില്ല. എനിക്ക് മഴ വല്ലാണ്ട് കണ്ടപ്പോൾ പേടിയായി. ഇന്നലെ കളക്ടർ അവധി പ്രഖ്യാപിച്ചെങ്കിലും ഇന്ന് എൻ്റെ വക അവധിയായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങൾ പുറത്തേക്ക് പോകണം, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. മക്കൾ പോയി കഴിഞ്ഞ് ഇവിടെ ഇരുന്നാൽ എനിക്ക് ഇങ്ങനെ ആലോചിച്ച് ഹൈപ്പറാവും ഞാൻ. അപ്പോൾ കാണുന്നതും പിടിക്കുന്നതൊക്കെ ദേഷ്യത്തിലാവും. അപ്പോൾ അതിന് നല്ലത് എനിക്ക് അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അവരിവിടെ ഇരുന്ന് പഠിച്ചോട്ടെ എന്നുള്ള ഒരു നിലപാടെടുക്കും ഞാൻ അങ്ങനെയുള്ള ടെൻഷനുള്ള ദിവസം. അപ്പോൾ അവർ അവിടെ ഉണ്ട്. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അവരുടെ പരിപാടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യണം. അപ്പം ഇന്ന് നമുക്ക് ഹെന്നയുടെ ഓർഡർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുട്ടി വന്ന് ചെയ്ത് അതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസിലാണ് അവർ ഡെലിവറി ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഹെയറിന് പല ബുദ്ധിമുട്ടുകൾ, നരകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. ഇവിടുന്ന് കൊറിയർ അയച്ചു തരും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നരച്ച മുടികൾ നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ പറ്റും, ഒരു കെമിക്കലും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഇടാട്ടാ, വല്ലാണ്ട് മുകളിൽ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കരുത്. ഇവിടെ ചെറിയൊരു കുഴമ്പ് പോലെയുള്ള സോഫ്റ്റ്നെസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരുവത്തിലിടുന്നത്. അത് കഴിഞ്ഞ് ഉപ്മാവ് ഉണ്ടാക്കി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.